Megastars. Hi, hello, and a very, very warm welcome to the ultimate search for the best male and female singers of Kerala. 2 crore Apple Megastars. 2 crore Apple Megastars. റൗണ്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇപ്പോൾ 3 റൗണ്ട്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്യുവറ്റ് റൗണ്ട്, യേശുദാസ് റൗണ്ട് ആൻഡ് ജാനകി റൗണ്ട്. Before we move on to the performances, let's say hi to our very, very respected panel of judges. Chitra Chechi, Jasietan and Deepak Etan. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ ബാക്ക് ചെയ്യാൻ എത്തിയിരിക്കുന്ന വെരി വെരി കളർഫുൾ ഓർക്കസ്ട്ര കൊച്ചിൻ സൗണ്ട് ഓഫ് മ്യൂസിക്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല, നമുക്ക് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. ആദ്യം ഡ്യുവറ്റ് റൗണ്ട് ആണ്. ആദ്യമായി ഡ്യുവറ്റ് റൗണ്ടിൽ പാടാൻ എത്തുന്ന കണ്ടസ്റ്റൻസ് വൈശാഖ്, CK ആൻഡ് മിനു. നീലാകാശം അലതല്ലും മേഘതീർത്ഥം ഹായ് മിനു. ഹായ്. നമസ്കാരം വൈശാഖ്. നമസ്കാരം. ഇത് 2 കുറിയൊക്കെ ഡബിൾ ഡെക്കർ കുറിയൊക്കെ തൊട്ടിട്ടാണല്ലോ. ഒന്ന് തൊട്ടിനേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒന്ന് തൊടണമെന്ന് വിചാരിച്ച് 2 ഇല്ല, സാധാരണ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ എല്ലാവർക്കും ഈ ഭക്തി കൂടും. അപ്പൊ പേന പൂജിക്കുക, പുസ്തകം പൂജിക്കുക, കൈ കിട്ടണ എല്ലായിടത്തും പൂജിക്കും. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ വൈശാഖിന്? അപ്പടിപ്പൊന്നുമില്ല. എന്തില്ലാന്ന്? അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓ പഠിപ്പല്ല, എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. പഠിപ്പില്ല എന്നാണ് ഉദ്ദേശിച്ചത്? പഠിപ്പില്ലാന്നല്ല, പരീക്ഷക്ക് മുമ്പ് പെണ്ണ് പൂജിച്ചതിനെ കൊണ്ട് അതിപ്പോ കാര്യമില്ലല്ലോ. പഠിച്ചാലല്ലേ പരീക്ഷക്ക് എഴുതാൻ കഴിയും. കറക്റ്റ്. വൈശാഖ് ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയൂലേ, ആളെ കണ്ടാ തോന്നില്ല കേട്ടോ. ഏത് പാട്ടാ പാടാൻ പോണേ? അകലെ അകലെ നീലാകാശം. ആഹാ, ആരും സജസ്റ്റ് ചെയ്ത പാട്ട്? വൈശാഖ് ഏട്ടനാ. എനിക്ക് തോന്നി, അത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ അത് സെലക്ട് ചെയ്തേ? ഒന്നുമില്ല, രാഗം ബേസ്ഡ് ആയതുകൊണ്ടാണോ? എല്ലാ പാട്ടിനും രാഗം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഏത് രാഗത്തിലറിയോ ചെയ്തത്? ശാരികേശി. ബാബുരാജ് സാറിന്റെ മ്യൂസിക്, ജാനകി അമ്മയും ദാസ് സാറും പാടിയ പാട്ട് അല്ലെ? ഡ്യുവറ്റ് റൗണ്ടിൽ അങ്ങനെ അധികം പേര് പഴയ പാട്ടുകൾ പാടിയിട്ടില്ല. വൈശാഖ് എന്താ ഈ പാട്ട് എടുക്കാൻ കാര്യം ഞാൻ പറയട്ടെ. ചരണത്തിൽ 2 വരി വീതേ ഉള്ളൂ, ഓർക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ജോസിന്റെ ചേച്ചി ചോദിച്ചു എന്താ പഴയ പാട്ട് പാടുന്നത്. അപ്പൊ എന്റെ തലശ്ശേരിയാണ് എന്റെ വീട്. അപ്പോൾ അവിടെ ഞാൻ എഴുതിയെല്ലാം കണ്ടു ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾഡ് ഈസ് ഗോൾഡ്. ഇതിലിപ്പോഴീ സംസാരിക്കാൻ പറഞ്ഞ അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. റിഹേഴ്സൽ സമയത്തൊക്കെ വൈശാഖ എങ്ങനെയായിരുന്നു മിനു? ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ആദ്യമായിട്ടാണോ വൈശാഖ ഡ്യുവറ്റ് പാടുന്നത്? ഓക്കെ. മിനുവോ? ഞാനും അതെ, ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇൻഡിവിജ്വൽ പെർഫോമൻസസ് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷനും നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നത്, അത് പറഞ്ഞപ്പോ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു വന്നു. അങ്ങനെ പ്രേമിച്ച് അഭിനയിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പേടിക്കണ്ട, ഫീൽ വരുത്തിയാൽ മതി. ഒന്നുമില്ല, നിങ്ങളുടെ പാട്ടിൽ നിങ്ങൾ രണ്ടുപേരെയും യു ഹാവ് ടു മേക്ക് ഈച്ച് അതർ കംഫർട്ടബിൾ. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ശരി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അകലെ അകലെ നീലാകാശം
അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അകലെ പാടിവരും നദിയും ഭൂമി പാടിജാത മലരും വനവും പാടിവരും നദിയും ഭൂമി പാടിജാത മലരും വനവും അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും രാഗതീർത്ഥം അകലെ സുന്ദര നിർവൃതിയായി നിൽക്കുകയാണെന്നാത്മാവിൽ നിത്യസുന്ദര നിർവൃതിയായി നിൽക്കുകയാണെൻ ആത്മാവിൽ അലതല്ലും